അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്ക് വളരെയധികം സന്തോഷത്തിലാണ്. ഇനിയുള്ള ദിവസങ്ങളും സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ്. മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോ കാര്യങ്ങളും വളരെയധികം ആവേശം ജനിപ്പിക്കുന്ന ഒന്നും കൂടിയാണ്. പരിശുദ്ധ റമദാൻ വരുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. മഗ്‌രിബിൻ്റെ സമയം മുതൽ മാസം കാണുമെന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവസാനം നമ്മുടെ ഖാദിമാർ മാസം കണ്ട വിവരം ഉറപ്പിക്കുകയാണ്. ആ വിവരം നാം അറിയുമ്പോൾ നാം മനസ്സറിഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടെ അല്ലാഹു അക്ബർ അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ എന്ന് നാം സന്തോഷത്തോടുകൂടെ പറയുകയാണ്. അല്ലെങ്കിലും നാം ഒരു കാര്യം ആലോചിക്കുക, മുഅ്മിനായി ജീവിക്കാൻ കിട്ടിയ ഈ ഒരു വലിയ മഹത്തായ ഭാഗ്യം നമുക്ക് ഉപയോഗപ്പെടുത്തുകയും അതിലുപരി നമുക്ക് ലഭിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് സന്തോഷമുണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. റമദാൻ വരുമ്പോൾ, ഇനി റമദാൻ കഴിയുന്നതോടുകൂടി പെരുന്നാൾ വരുമ്പോൾ അതിലുള്ള ഒരു സന്തോഷം, റമദാൻ നമ്മിൽ നിന്ന് വിട പറയുമ്പോഴുണ്ടാകുന്ന ആ ഒരു സങ്കടം നമുക്കുണ്ടെങ്കിലും അതിൻ്റെ കൂടെ പെരുന്നാൾ എന്ന് വരുന്ന ആ ഒരു ദിവസം വരുമ്പോൾ അത് നമുക്ക് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഈ റമദാനിൽ തന്നെ 1000 മാസത്തേക്കാൾ പുണ്യമുള്ള രാവുണ്ട് എന്ന് കേൾക്കുമ്പോൾ ആ രാവും പ്രതീക്ഷിച്ചുകൊണ്ട് നാം ഇബാദത്തിൽ ധന്യമായി കൊണ്ട് കഴിഞ്ഞുകൂടുകയാണ്. ഇങ്ങനെ ഇതൊക്കെ നാം പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നേരെ മറിച്ച് നമുക്ക് നൽകുന്ന നാളെയാണ് പെരുന്നാൾ, നാളെയാണ് നോമ്പ്, നാളെയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുമ്പോൾ അതിൽ വല്ലാത്തൊരു സന്തോഷം നമുക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. കാരണം അത് കൃത്യമായിട്ട് നമുക്കറിയുന്നത് കൊണ്ട്. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദ്ർ പോലെ ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുന്നത് അത് നമുക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നാം ആരും തന്നെ സ്വർഗം കണ്ടിട്ടില്ല എങ്കിലും നാളെ നമുക്ക് ചെല്ലുമ്പോൾ ആ സ്വർഗം കിട്ടുമെന്ന പ്രതീക്ഷയിൽ നാം ആകാംക്ഷയോടെ അങ്ങനെ കാത്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ എത്രയെത്ര സന്തോഷങ്ങളാണ് മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത്. എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കുന്ന മഹാന്മാരിൽ അല്ലാഹു തആല നമ്മയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാനെ വേണ്ടതുപോലെ സ്വീകരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിൻ്റെ മഹത്വം ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ലൗ തഅലമു ഉമ്മത്തി മാ ഫി റമളാൻ ലതമന്നൗ അൻ തകൂന സനതു കുല്ലുഹാ റമളാൻ. എൻ്റെ ഉമ്മത്തെങ്ങാനും റമളാനിൻ്റെ മഹത്വം, ആ റമളാനിലുള്ള പോരിശയെങ്ങാനും അറിയുകയാണെങ്കിൽ ലതമന്നൗ അൻ തകൂന സനതു കുല്ലുഹാ റമളാൻ, വർഷം മുഴുവനും അഥവാ ദിവസം മുഴുവനും റമളാനായിരുന്നെങ്കിൽ എന്ന് അവൻ കൊതിക്കുമായിരുന്നു എന്ന് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അവർ റമളാൻ മുഴുവനും എല്ലാ ദിവസവും റമളാൻ ആയിരുന്നെങ്കിൽ എന്ന് കൊതിക്കുമായിരുന്നു എന്ന് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്ക് ആ ഒരു പ്രതീക്ഷയിലായിരിക്കണം. നമുക്ക് കൂടുതലും പ്രതീക്ഷിക്കാത്തതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ മഹത്വം നാം അറിഞ്ഞിട്ടില്ല. അപ്പോൾ വളരെയധികം ഗൗരവത്തോടുകൂടെ തന്നെ അതിൻ്റെ മഹത്വം നമുക്ക് കൂടുതലായിട്ട് നമുക്കറിയില്ലെങ്കിലും ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞ ഒരൊറ്റ കാര്യത്തിലൂടെ തന്നെ അതിന് വലിയ മഹത്വമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. അതിലൂടെ നാം മറ്റുള്ള മാസങ്ങളെപ്പോലെയല്ല, പ്രത്യേകമായിട്ട് പരിശുദ്ധ റമളാനിനെ ഒരു വലിയ മഹത്വം കൽപ്പിച്ചുകൊണ്ട് ഇബാദത്തുകൾ കൂടുതൽ ചെയ്തുകൊണ്ട് ധാരാളം സുന്നത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ റമളാനെ നമുക്ക് സ്വീകരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു സംഭവം കൂടി പറയാം. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം, കരീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നുണ്ട്, ഇലാഹി ഹൽ അക്രംത അഹദൻ മിസ്ല മാ അക്രംതനി, എനിക്ക് നീ മഹത്വം നൽകിയതുപോലെ നീ വേറെ ആർക്കെങ്കിലും നൽകിയിട്ടുണ്ടോ? കാരണം കരീമുള്ളയാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുമായിട്ട് ഡയറക്റ്റായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടിയ ഒരു വലിയ മഹാഭാഗ്യവാനാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം.
അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ മൂസ ഇന്നലി ഇബാദൻ അഖ്റജഹും ഫി ആഖിരി സമാൻ, അവസാന കാലത്ത് വരുന്ന ഒരു സമുദായമുണ്ട്, ഒരു വിഭാഗം ആളുകളുണ്ട്, എൻ്റെ അടിമകളാണ് അവര്. ആ ഒരു വിഭാഗത്തെ ഞാൻ ഫഅക്റമഹും ബിശഹ്രി റമളാൻ, അവരെ ഞാൻ ഷഹ്ർ റമളാൻ കൊണ്ട്, പരിശുദ്ധമായ റമളാൻ കൊണ്ട് ഞാൻ അവരെ ബഹുമാനിക്കുമെന്ന് മൂസാ നബി അലൈഹി സ്വലാമിനോട് പറയാണ്. ഞാൻ നിങ്ങളിലേക്ക് അടുത്തതിലേറെ ഞാൻ അവരിലേക്ക് കൂടുതൽ അടുത്തവനായി മാറുമെന്ന് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സംഗതിയൊക്കെ ശരി തന്നെയാണ്, നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഞാനും നിങ്ങളും സംസാരിച്ചിട്ടുണ്ട്, അതിനുള്ളൊരു അവസരം നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട്. പക്ഷേ ആ തന്ന സമയത്ത് ഞാനും നിങ്ങൾക്കും ഇടയിലായിട്ട് 70,000 മറകളുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ കേൾക്കുമ്പോൾ തോന്നും, പിന്നെ മൂസാ നബി അലൈഹി സ്വലാമിനേക്കാൾ സ്ഥാനം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുത്തെ ഉമ്മത്തിനുണ്ട് എന്നുള്ളത് ഒരു തോന്നൽ ചിലപ്പോൾ ഉണ്ടാകും. അങ്ങനെയല്ല, നമ്മുടെ ആ ഒരു മഹത്വം പറഞ്ഞു എന്ന് മാത്രം. കാരണം മുമ്പാരാ പറഞ്ഞിരുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ കൂടുതലായിട്ട് പവറുള്ളത് അലി റളിയല്ലാഹു അൻഹുവിനാണെന്ന്. കാരണം ഏതോ ഒരു ഹദീസ് പറഞ്ഞിട്ട് ഒരു ഹദീസ് പിടിച്ചിട്ട് ആ ഒരു ഹദീസിൽ ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വം പറഞ്ഞിരുന്നു. ഒരാളെ മഹത്വം പറഞ്ഞിട്ട് വേറൊരാളേക്കാൾ കൂടുതലായിട്ട് മഹത്വം ഇദ്ദേഹത്തിനുണ്ട് എന്ന് പറയാൻ പറ്റൂല. അത് ആ ഒരു സമയത്ത് പറയുന്ന ഒരു മഹത്വമാണ്. അപ്പോൾ ആ ഒരു കാര്യം നാം പ്രത്യേകം മനസ്സിലാക്കുക. കാരണം അമ്പിയാക്കൾ എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ പവറാണ്. അവരെക്കാൾ പവർ ഇനി വേറൊരാൾക്ക് എത്താൻ പറ്റില്ല. അവരിൽ ഏറ്റവും പവറുള്ള ആളാണ് ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പവറുള്ളത് സ്വഹാബ കിറാമിനാണ്. അവരിൽ ഏറ്റവും പവറുള്ളത്, സ്വഹാബ കിറാമിലെ ഏറ്റവും പവറുള്ളത് അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, പരിശുദ്ധ റമളാനാണ് നമ്മിലേക്ക് ആഗതമായിരിക്കുന്നത്. പരിശുദ്ധ റമളാൻ വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഒരു അടിമയുടെയും അള്ളാഹുവിൻ്റെയും ഇടയിലായിട്ട് വേറെ ഒരൊന്നും തടസ്സമില്ല, അവൻ ചോദിച്ചത് മുഴുവനും നൽകും, ചോദിക്കേണ്ട രൂപത്തിലായിരിക്കണമെന്ന് മാത്രം. അവൻ യഥാർത്ഥ നല്ലൊരു ഈമാനോടുകൂടെ നല്ല ഇഖ്ലാസോടുകൂടെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ പരിശുദ്ധ റമളാൻ്റെ മഹത്വമൊക്കെ അവൻ പാലിച്ചുകൊണ്ട് പടച്ചറബിനോട് ചോദിക്കുമ്പോൾ പടച്ചറബ് നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. പരിശുദ്ധ റമളാനിനെ ബഹുമാനിക്കുന്നവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധ റമളാനെ വേണ്ടതുപോലെ സ്വീകരിക്കാനും അതിൽ ധാരാളം സുഹൃതങ്ങൾ ചെയ്യാനും അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ കൊണ്ടും ലൈലത്തുൽ ഖദ്ർ കൊണ്ടൊക്കെ വിജയിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം റമളാനുകളെ സ്വീകരിക്കാനുള്ള തൗഫീഖ്, അതിനുള്ള ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം മരണം ഖൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൂമുഖം ദർശിച്ചുകൊണ്ട് മരണപ്പെടാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ സുഖലോക സ്വർഗത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ മഹാരഥന്മാരായ മഹത്തുക്കളോടുകൂടെ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം അല്ലാഹു തആല നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ കുട്ടുകുടുംബക്കാർ, അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.